ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊല്ലും ഇതുപോലെ ചെറി ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി പഴുത്താലാണ് ഇതുപോലെ പഴുത്തതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ പച്ചുള്ളത് നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് ഉപ്പിലിട്ട് വെച്ചാൽ അവർക്ക് നല്ല ഇഷ്ടവും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ അച്ചാറിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ചെറിയൊക്കെ പൊട്ടിച്ചിട്ട് അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പിലിടും വേണം, കുറച്ച് അച്ചാറിടും വേണം. ഇവിടെ ഇതാ പഴുത്തതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പഴുത്തതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ട കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഇതിൽ പോകുമ്പോഴൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചെറിയൊക്കെ നല്ല മധുരമല്ല, അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് പിന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ പച്ചയാണ്. അപ്പോൾ പച്ച പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ പഴുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ചെറിയ എന്ത് ഭംഗിയല്ലേ കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പഴുത്ത്, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിക്കുമ്പോൾ നോക്കിയിട്ട് പൊട്ടിക്കണം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് മുള്ളുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ കൈയിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കുത്തപ്പോൾ നോക്കിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ഇത്രയും ചെറിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പഴുത്തത് ഞാൻ അച്ചാർ ഇടാനായിട്ട് എടുക്കുന്നില്ല. പിന്നെ ചെറുതായിട്ട് ചുവപ്പ് കളർ വന്നതൊക്കെ അച്ചാർ ഇടാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു വെളുത്തിട്ടുള്ളൊരു കറ ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. ആ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ അച്ചാറിടാനായിട്ട്. പിന്നെ ഉപ്പിലിടുമ്പോൾ കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്പിലിടുന്നുണ്ട്. അപ്പോൾ അത് കുരു കളയേണ്ട, അതങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ മതി. ചെറി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇനിയും ഇതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അച്ചാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ടീസ്പൂണോളം അച്ചാർ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
ഇതിലേക്ക് ഞാൻ ഉലുവ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് ചെറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് വേവണം. ചെറി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വേവണം. അതിന് ശേഷം നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ചെറിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെറി കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെറി കൊണ്ട് അച്ചാറുണ്ടാക്കി നോക്കൂ കേട്ടോ. അച്ചാർ ഞാൻ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ചെറി കിട്ടുമ്പോൾ ഇതേപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഞാൻ ചെറിയ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറി കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അച്ചാറുണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.